മനുഷ്യൻ്റെ വേദനയേക്കാൾ നിയമത്തിന് മുൻഗണന നൽകുന്ന പരീശന്മാരുടെ കഠിന ഹൃദയങ്ങളെ ഇന്നത്തെ വചനഭാഗം വിചാരണ ചെയ്യുന്നു. നിയമം മനുഷ്യന് വേണ്ടിയാണെന്നും അത് ജീവൻ രക്ഷിക്കാനും നന്മ ചെയ്യാനുമുള്ളതാണെന്നും കർത്താവായ ഈശോ തൻ്റെ പ്രവൃത്തിയിലൂടെ പഠിപ്പിക്കുന്നു. കൈ തളർന്ന മനുഷ്യനെ മധ്യത്തിൽ നിർത്തുന്നതിലൂടെ മാറ്റി നിർത്തപ്പെട്ടവനെ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വിദ്വേഷം നിറഞ്ഞ കണ്ണുകളുമായി നോക്കി നിൽക്കുന്നവരുടെ മുൻപിൽ കരുണയുടെ പുതിയ നിയമം കർത്താവ് എഴുതി ചേർത്തു. ശനിയാഴ്ചയുടെ സാബത്തിൻ്റെ വിശുദ്ധി എന്നത് അക്ഷരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നതല്ല, മറിച്ച് അപരൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നതിലാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ഹൃദയകാഠിന്യം കർത്താവിനെ ഒത്തിരി ദുഃഖിപ്പിക്കുന്നുവെന്നും അനുതാപത്തിലൂടെ മാത്രമേ ദൈവകൃപയിലേക്ക് നമുക്കും വളരാൻ കഴിയൂ എന്നും ഇന്നത്തെ സുവിശേഷ ഭാഗം വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്പർശനമേൽക്കുമ്പോൾ ഉണങ്ങിയ കൈകൾ ജീവൻ പ്രാപിക്കുന്നത് പോലെ, വരണ്ട കൈകൾ ജീവൻ പ്രാപിക്കുന്നത് പോലെ നമ്മുടെ മരവിച്ചു പോയ ആത്മീയതയെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. മറ്റുള്ളവരെ വിധിക്കാനും കുറ്റപ്പെടുത്താനും ഉപയോഗിക്കുന്ന കണ്ണുകൾക്ക് പകരം, നാവുകൾക്ക് പകരം സ്നേഹത്തോടെ നോക്കാനും പറയാനുമുള്ള ഹൃദയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിയമങ്ങൾ പാലിച്ച് നീതിമാന്മാരാകാൻ ശ്രമിക്കുന്നതിനേക്കാൾ കരുണ കാണിച്ച് ദൈവമക്കളാകാനാണ് നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, എപ്പോഴും നന്മ ചെയ്യാനും തിന്മയെ സ്നേഹം കൊണ്ട് ജയിക്കാനും ഇന്നത്തെ വചനചിന്ത നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും വൈകല്യങ്ങളെയും ഭയപ്പെടാതെ കർത്താവിന് മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. സൗഖ്യം നൽകുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെട്ടവരായും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞവരായും നിങ്ങൾ ഓരോരുത്തരും ഇന്നും എപ്പോഴും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.